ഈ സുവിശേഷ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് പ്രസ്താവനകളും പ്രതികരണങ്ങളും പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണുന്നിടയായിത്തീരുന്നു. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലിരുന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ തെരുവിലായിരുന്നാലും പ്ലാറ്റ്ഫോമിലായിരുന്നാലും മീഡിയകളിലായിരുന്നാലും ഇരുന്ന് ജനങ്ങൾ വിഡ്ഢികളാണ് എന്ന നിലയിൽ പല കാര്യങ്ങളൊക്കെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം ഞാൻ കള്ളന് കഞ്ഞി വെച്ചവനാണ് എന്ന്. പക്ഷേ നമ്മളെ തോക്കസ്വാമി പറഞ്ഞ പോലെ ശ്രോതാക്കളും പ്രേക്ഷകരും ഫ്രോഡിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നവരാണ് എന്നുകൂടെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ആദിമകാലത്തൊക്കെയും തുകലുകളിലും പാറകളിലും ഒക്കെ ലിഖിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ കാലഘട്ടം വരെ അങ്ങനെ തുടരുന്നില്ല. മാറ്റം പ്രകൃതി നിയമമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ നിലകളിലും. അപ്പോസ്തലന്മാർ അന്ന് ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ തോമസൊക്കെ അവരെ കപ്പലിലൊക്കെയാണ് വന്നത്. പക്ഷേ ഇന്ന് അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്നെങ്കിൽ കപ്പൽ അല്ല, അവർ ഫ്ലൈറ്റിൽ വരുമായിരുന്നു. ഇന്നത്തെ സാങ്കേതിക വിദ്യ അവർ ഉപയോഗിക്കുമായിരുന്നു. തെരുക്കോണുകളിലിരുന്ന് പലയിടങ്ങളിൽ നിന്നൊക്കെ അവർ പ്രസംഗിച്ചു. ഇന്നായിരുന്നെങ്കിൽ ഇന്നത്തെ മീഡിയകളും ഇന്നത്തെ ടെക്നോളജികളിലൂടെ യേശുന്ന് ജീവിച്ചിരുന്നാലും പിന്നെ അപ്പോസ്തലന്മാരുണ്ടായിരുന്നാലും ആ നിലയിലൊക്കെ തന്നെ അവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. അതിലൊരു തർക്കവുമില്ല. പരസ്യയോഗം നമ്മുടെ വാക്കിനാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും ദൈവമഹത്വമായിട്ട് ചെയ്യണം. അവർ നമ്മളെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഇന്നിവിടെ ഒരുപാട് പ്രകസനങ്ങളും അഭിനയങ്ങളും ഒക്കെയുണ്ട്. ഇതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. യേശു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. ഇന്നിവിടെ പിശാച് ഉൽപ്പന്നമാണ്, ഉണർവ് ഉൽപ്പന്നമാണ്. ഈ ആധുനിക കാലഘട്ട പേഴ്സിക്യൂഷൻ, കഷ്ടത, അതൊരു ഉൽപ്പന്നമായിരിക്കുകയാണ്. അതൊരു ഭയങ്കര ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ RSSകാരനോ സുവിശേഷ വിരോധി ഒരു അടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് കാംക്ഷിച്ച് അവൻ്റെ ദൈവത്തെ ചീത്ത വിളിക്കുന്നവന്മാരുണ്ട്. കാരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു RSSകാരനോ ആരോ സുവിശേഷ വിരോധികളോ അടി കൊണ്ട് ആ അടിയെ മാനിപ്പുലേറ്റ് ചെയ്ത് സാക്ഷ്യപ്പെടുത്തി കോടീശ്വരന്മാരായ പാസ്റ്റർമാർ ഈ കേരളത്തിനകത്തുണ്ട്, പലയിടങ്ങളിലുമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഒരു ഗ്രാമത്തിൽ അടികൊണ്ട് അവനെ ചെത്തെന്ന് പറഞ്ഞിട്ടിട്ട് പോയി. പക്ഷേ അവൻ ആ മുറിവോടുകൂടെ മസാജിങ് സെൻറ്ററിലേക്ക് പോയില്ല, സെൽഫി എടുത്തില്ല, ലൈവ് ഇട്ടില്ല. അവൻ അടുത്ത ഗ്രാമത്തിൽ പോയി യേശുവിനെ ശുശ്രൂഷിച്ചു. നമ്മൾ എത്രത്തോളം രഹസ്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹോന്മുഖമായി പാടുകളും കഷ്ടങ്ങളും ദൈവത്തിൻ്റെ എക്സ്പീരിയൻസുകളും നമ്മൾ ഉള്ളിലത് സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ക്രെഡിബിലിറ്റി വർദ്ധിക്കപ്പെടുകയും ക്രിസ്തീയ ഭാഷയിൽ പറഞ്ഞാൽ നിത്യതയിൽ പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യും. നമ്മളിവിടെ ചെയ്യുന്ന പലതും ഇവിടെ തന്നെ പ്രതിഫലവും മറ്റുള്ളവരുടെ സെൻറ്റിമെൻറ്റുകളും കിട്ടുകയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കൾ ഞാൻ തുറന്ന് പറയാൻ താല്പര്യപ്പെടും. ഇന്ന് ഇവിടെ നടക്കുന്ന പല പരസ്യയോഗങ്ങളും നിങ്ങൾ പരസ്യയോഗം നടത്തുന്ന നിങ്ങൾ തന്നെ എടുക്കുക. എന്താണ് അത്? വെറും ഒരു ഡെമോൺസ്ട്രേഷനായി തീരുന്നുണ്ട്. ഒരു കലാപരിപാടി, ഒരു പ്രോഗ്രാം. ഈ കാലഘട്ടത്തിൽ ഒന്നാമത് സാമൂഹികമായ ഒരു മുൻവിധി ഇവിടെയുണ്ട്, മതപരിവർത്തനം. ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഓരോരുത്തർ ചിന്തിക്കുന്നത് ഈ വലിയ കൺവെൻഷനകത്ത് നടക്കുന്ന ഒന്നുമല്ല. വീടുകൾ തോറും ട്രാക്റ്റ് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇതിനെയൊക്കെയാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ നടത്തുന്ന ഓരോ വ്യക്തികളും ട്രാക്റ്റ് കൊടുക്കുന്നവർ അവർ കൊടുക്കുന്ന ട്രാക്റ്റ് പോലും അവർ വായിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഈ തെരുവിൽ നിന്ന് പലരും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഗോഗു മാഗോഗു ഗാസ ഹെർമഗദോൻ. ചിലർ ബൈബിളുകളൊക്കെ ഇറങ്ങി വന്നിട്ടൊക്കെ അക്ഷര പാപപരിഹാരത്തെ ഭാവികളെ തേടി അടുത്തായിട്ട് ലിജു പാസ്റ്റർ മുൻപോട്ട് കിടന്നത് പ്രസംഗിക്കും. അദ്ദേഹം ഹലോ ദൈവത്തിൻ്റെ തിരുക്കോണ്ടുകളിൽ ശബ്ദങ്ങൾ എന്തിടേ അവര് പറഞ്ഞു ഒരുവന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുവാൻ അവന് പ്രസവവേദനപ്പെട്ടു. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരൊറ്റ വ്യക്തി മാനസാന്തരപ്പെടണം, ആത്മാവിലാകണം എന്ന ഒരു ഞരക്കവും ഭാരവും ബൈബിൾ ഭാഷ ഞാൻ പറയുകയാണ്. ആ ഒരു പ്രസവവേദനയിലും ഒരു നിത്യതാ ബോധത്തിൽ ഇതിൻ്റെ മറുപടി അക്ഷരമാലകളിലുള്ള വാക്ചാതുര്യം എനിക്ക് ഞാൻ സ്വീകരിക്കുന്നില്ല. സത്യസന്ധപരമായ നിന്റെ ആത്മാവിനകത്ത് പറയും എത്ര എണ്ണത്തിനകത്തുണ്ട്. പരസ്യയോഗത്തെ പരസ്യപ്പെടുത്തി മാർക്കറ്റ് ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഈ സാധാരണ നമ്മുടെ ഈ വിദേശത്തൊക്കെ
പോയിട്ട് കുമ്പളക്കൂട്ടിന് പാഷന്മാരൊക്കെ വരുമ്പോൾ എങ്ങനെ മീറ്റിംഗ് അവിടെ ശുശ്രൂഷ എങ്ങനെ ഉണ്ടായിരുന്നു? പോരുടെ കൊറോണയ്ക്ക് ശേഷമൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും പഠിച്ചിടേ. ഇതാണ് ശുശ്രൂഷ. എങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഒരു അറബിയുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ അവിടെ പോയി യേശുവിനെ കുറിച്ച് പറഞ്ഞു എന്നല്ല. ചിലപ്പോൾ ഒരു കാനഡ പെണ്ണ് കാനഡ എന്നൊക്കെ നമ്മൾ മഞ്ഞ് പെയ്യുന്ന നാടെന്നൊക്കെ പറയാം. ആഴ്ചയിൽ ഒരു ദിവസം ബാക്കി വീട്ടിൽ കുത്തിയിരിക്കണം. അഥവാ തന്നാലും പിന്നെ ഇത്രയും രൂപ ഇത്രയും ഡോളർ കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ? അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ? പിന്നെ എല്ലാവരും കള്ളത്തരങ്ങളെല്ലാം പഠിച്ചിടേ. എല്ലാം മുറിക്കകത്തെല്ലാം ക്യാമറയും ബാത്റൂമിനകത്ത് വരെ തന്നെ തോർത്ത് ടവലില്ലാതെ കുളിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് കാര്യങ്ങൾ. ഇതിങ്ങനെയൊക്കെയുള്ള ടോക്കിങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല അവിടെ പോയിട്ട് പിന്നീട് ചിലവർ പറഞ്ഞു ഞാൻ പിന്നെ ബ്ലസ് UK നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ ബ്ലസ് ദുബായ്. അതുപോലെ ന്യൂ ജനറേഷൻ ഇവിടുത്തെ പാർഷന്മാർ പറയുന്നു അവിടുത്തെ വലിയൊരു ഉണർവ് നടന്നു. മറ്റേ ഇവിടുത്തെ എവിടെ ഉള്ളത്? എത്ര അറബി വന്നടേ? എത്ര അറബി വന്നു? അവിടെ ഇവിടെ നിന്ന് അവിടെ പാവപ്പെട്ട ജോലിക്ക് വേണ്ടി പയ്യന്മാരെ പിടിയാൻ വേണ്ടി നിങ്ങളവിടെ ഏതെങ്കിലും ഒരു ഹാളെടുത്ത് പരിപാടി നടത്തുന്നു. ഇതൊക്കെ നമ്പരാണ്. ഇതിൻ്റെ സാരാംശം പൈസയാണ്. മനസ്സിലായല്ലേ? ഇപ്പം ഗൾഫിൽ പോയിട്ട് വന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഗൾഫിൽ പോയിട്ട് വന്നവർ കാണിക്ക കൊടുത്തിട്ട് അദ്ദേഹം നേരെ ബാത്റൂമിനകത്ത് പോയിട്ട് കാണിക്ക തിരിച്ച് തുറന്നു നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം കടുത്തിരുന്നു എന്നാണ്. അപ്പോൾ ഇന്നവിടെ ഗൾഫിൽ പോയവന്മാരെല്ലാം കുറേ കോണ്ടാക്റ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ച് അവിടെ നിന്ന് അവിടെ എടുത്തു ഇവിടെ എടുത്തു. ചില മക്കളെ കോണ്ടാക്റ്റ് ആ അച്ഛൻ്റെ കോണ്ടാക്റ്റുകൾ എടുത്തിട്ട് അവിടുത്തെ രാജ്യം ഈ രാജ്യം ഇവിടെയൊക്കെ പോകുന്നതെല്ലാം സാരാംശം നിത്യതയല്ല. പിള്ളേർ പറയാറുണ്ട് അവിടെ പോയി കുറച്ച് നന്മ കിട്ടി കേട്ടോ. ഇതല്ലാതെ അവിടെ ദുബായ് പോയി അല്ലെങ്കിൽ UAE പോയി എങ്ങനെ ഉണ്ടായിരുന്നു? കാനഡ പോയി അമേരിക്ക പോയി എന്തുണ്ടായിരുന്നു? പക്ഷേ വിഡ്ഢികളായ നിങ്ങളൊക്കെ തന്നെ യുവമാരെയൊക്കെ എല്ലാം ഇത് ഉരുവാക്കി വെക്കുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് ചില ചേമ്പർ പറഞ്ഞു കുറച്ച് പൈസ എവിടെയെങ്കിലും കിട്ടിയായിരിക്കും. പാസ്റ്റർ നമ്മളിങ്ങനെയൊക്കെ നടന്നാൽ പോരാ, ഇന്ന് കണ്ട് നാളെ വാഴുന്നു. നമുക്ക് കുറച്ച് പരസ്യോഹങ്ങൾ നാട്ടിൽ നടത്തണം പാസ്റ്റർ. അത് പാസ്റ്റർ തന്നെ നടത്തണം. എത്ര ചിലവാകും? നമുക്ക് കുറേ പേര് സുവിശേഷം അറിയിക്കണം. അപ്പോൾ സുവിശേഷം അറിയിക്കാൻ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, സുവിശേഷം അറിയിക്കാത്ത സ്ഥലങ്ങൾ. അവിടെ പോകാൻ വയ്യ. കന്യാകുമാരി മുതൽ പിന്നെ കാസർഗോഡ് വരെ. മനസ്സിലായില്ലേ? അവിടെ ഓക്കെ. അപ്പോൾ അവിടെ എനിക്കൊരു ഒമ്നി വേണം, ടെക്നോളജി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോക്സ് എല്ലാം സിസ്റ്റമായി. എന്നിട്ട് ഒരാളും മാഞ്ചാതില്ലാത്ത റബ്ബർ തോട്ടത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് പാട്ട് ഞാൻ ഒരൊറ്റ എണ്ണം കാണൂല. 3 പേര് യവന്മാർ കാണും, 30 പിന്നെ മൊബൈലും കാണും. ലോകം മൊത്തം കേട്ടോണ്ടിരിക്കും. ഒരൊറ്റ എണ്ണം കാണൂല. അങ്ങനെ മറ്റേ പൈസ കൊടുത്തവന്മാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഇത്തിരി എടുത്ത് നടത്തി. ഇന്ന് പിന്നെ ആലപ്പുഴ ഏരിയയിലാണ്, ഗ്രാമങ്ങളിലാണ്. ഇന്ന് അവിടുത്തെ ഗ്രാമങ്ങളിലാണ്. ഇവിടെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറക്കരുത്. മനസ്സിലായില്ലേ? ഗവൺമെൻറ് അടുത്ത് പോയി ഓർഡർ വാങ്ങിക്കുന്നു. അവിടെ ഒരു കള്ളമില്ലേടേ. ലഹരി വിമുക്ത യാത്ര, മദ്യനിരോധന യാത്ര എന്ന് പറഞ്ഞിട്ട് മൈക്കെടുത്തിട്ട് മദ്യത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ എടുക്കുമ്പോൾ മദ്യത്തിൻ്റെ ഈ മദ്യമോ മയക്ക് വരുന്നോ ഇതിനെക്കുറിച്ചുള്ള ഒരു ഭാരങ്ങളും ഉള്ളിൽ കാണില്ല. മനസ്സിലായില്ലേ? പിന്നെ അമ്മരൊന്നും പേരൊന്നും പറയല്ലേ. എൻ്റെ ഇവിടെയൊക്കെ ഇടുന്ന പണ്ടൊക്കെ നല്ല രീതിയിലൊക്കെ വെള്ളമടിച്ച് പൂസായന്മാരൊക്കെയാണ് ഇന്ന് പലയിടങ്ങളിലൊക്കെ ഈ പേര നടത്തിക്കൊണ്ടിരിക്കണം. അമ്മരെ പേരൊക്കെ പറഞ്ഞാൽ അമ്മരെ കഞ്ഞി കുടി ഞാൻ മുട്ടിക്കുന്നില്ല. പലരും കാനഡയിലും ദുബായിലും അവിടെയൊക്കെ എപ്പോഴും മിനിസ്റ്റർ ചെയ്തുകൊണ്ട് UK മിനിസ്റ്റർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതങ്ങ് വിടാം, അവരുടെ പ്രൈവസി കാര്യങ്ങളും ഒക്കെ. മദ്യനിരോധനം, ലഹരി വിമുക്തം. ഞാൻ ഒരു തമ്മിൽ വിളിച്ച് ചോദിച്ചിട്ടേ നിനക്ക് ഭയങ്കര ആത്മഭാരം എവിടെ മദ്യനിരോധനം അണ്ണാ പോകണമെന്ന്. ഈ തെരുവുകളിലൊക്കെ ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് പരിപാടി ഇൻ ചെയ്ത് കുറേ ഫോണൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ മറ്റവന്മാർ കാണുകയാണ്. അവന്മാർ കാണുമ്പോൾ അവന്മാർക്ക് ചൊറിഞ്ഞു വരൂലേ? നീ ആലോചിച്ച് നോക്ക്. സത്യസന്ധപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കട്ടെ. ഞാൻ പിന്നെ വായിൽ പല പേരും പറയണത് എൻ്റെ നമ്മളെ കൂട്ടുകാരന്മാരോട്. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇവിടെങ്ങളൊക്കെ പോയിരുന്നു പലരും ഇന്ന് ഈ കാലത്തിലൊക്കെ പലരൊക്കെ ചിന്തിക്കണമെന്ന് അറിയാമോ? ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു RSSകാരൻ വന്നിരുന്നെങ്കിൽ എന്നാണ്. അവിടെ ഒരു വിഷയം ഉണ്ടാകും. ഇത്രയും RSSകാരുടെ ഇടയിൽ ആ പാസ്റ്റർ നിന്ന് പ്രസംഗിച്ചു. പക്ഷേ ഇവരൊക്കെ പറയണതെല്ലാം ഒരു നിത്യതാബോധത്തിലുള്ള വാക്കോ അവരുടെ ഹൃദയത്തെ തൊടുന്നതോ ആശ്വാസം കൊടുക്കുന്നതോ തട്ടി എഴുന്നേൽപ്പിക്കുന്നതോ അല്ല. ഉള്ളവൻ്റെ അകത്തിരിക്കുന്ന എല്ലാ സമാധാനത്തെയും മാനവികതയെയും തകർക്കുന്ന തരത്തിലുള്ള ചുമ്മാ
രാവിലെ 3-4 മീറ്റിംഗ് വന്നു, ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി അഴിച്ച് പൊളിച്ച് പൊരിച്ചതും പിരിച്ചതും കഴിയുന്നു, അടുത്ത് അവൻ കയറുന്നു, അടുത്ത് നീ പ്രസംഗിക്കണം. പ്രസംഗം എന്തിനാണ്? ഒരു ഭാരമില്ലാതെ ഒരു കലാപരിപാടി അവിടെ നടത്തി വൈകുന്നേരം ആകുമ്പം പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. പരസ്യയോഗം അന്നുണ്ടായിരുന്നു. ഇന്നും ചില ഇടങ്ങളിലൊക്കെ എനിക്കറിയാം 1-2 ഇടങ്ങളിലൊക്കെ അപ്പച്ചന്മാരൊക്കെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുക്കും. പക്ഷെ അവരെന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരൊക്കെ ഈ പറയണത് പള്ളിക്കകത്തുകൂടെ ആൾക്ക് മനസ്സിലാവില്ല. പിന്നെ വെളിപ്പാട് പുസ്തകത്തിനകത്തുള്ള എന്തോ കാര്യങ്ങൾ ഇത് പിന്നെ കുറച്ചൊരു എവിടെന്നെങ്കിലുമൊക്കെ ട്രാക്റ്റ് എഴുതും. ആ ട്രാക്റ്റൊക്കെ വായിച്ച് ആ ട്രാക്റ്റാണ് ഇവർ കൊടുക്കണേന്ന് അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ അവർ കൊടുക്കുന്നു, വീട് കയറി ഇറങ്ങുന്നു, അവർ ചോദിക്കേണ്ട ഉത്തരം പറയാതെ വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ആദിമകാലത്തൊക്കെയും പരസ്യയോഗങ്ങളൊക്കെ നടന്നു. ആൾക്കാരൊക്കെ ആ ടെക്നോളജി, അന്നത്തെ ടെക്നോളജി പരിമിതമായിരുന്നു. പക്ഷേ ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പരസ്യയോഗത്തിൻ്റെ പ്രസക്തി പോയി എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ആത്മഭാരത്തിൽ ദൈവനിയോഗപ്രകാരം ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ, സാമ്പത്തിക ഉദ്ദേശമില്ലാതെ, മാർക്കറ്റ് വൽക്കരിക്കാതെ, ലോകം അവൻ്റെ വ്യൂവേഴ്സ് വർദ്ധിപ്പിക്കാതെ പച്ചയ്ക്ക് ദൈവം നോക്കുമ്പോൾ നിത്യതാബോധത്തിൽ ചെയ്യുന്നവർ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കാം. അവരത് പരസ്യപ്പെടുത്തത്തില്ല. അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. അവിടെ ദൈവപ്രവൃത്തി അവർക്ക് ദൈവം പരിജ്ഞാനവും ജ്ഞാനവും ഒക്കെ കൊടുക്കുമായിരിക്കും. പിന്നെ ഈ കേരളത്തിലൊക്കെ ഇപ്പോൾ ബൈബിൾ പറയുന്നത് ഇവിടത്ത് നിങ്ങളെ ഏറ്റുകൊണ്ടില്ലെങ്കിൽ അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോവുക. ഈ കേരളത്തിലൊക്കെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കുറിച്ച് അറിയാത്തതും കേൾക്കാത്തതുമായി എന്താണ് ഇരിക്കുന്നത്? എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നല്ല. ഇവരെ ഇപ്പോൾ ഇന്നിരിക്കുന്ന ഹിന്ദുക്കളാണ്, മുസ്ലിംസ് ഇവിടെയൊക്കെ ആയിരുന്നാലും ഇപ്പോൾ മുസ്ലിംസിൻ്റെ ഏരിയകളിൽ നിന്നും പാലക്കാട് മലപ്പുറത്തോ ഇങ്ങോട്ടൊക്കെ പരസ്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ടൊക്കെ ആത്മഭാരം വരുമെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായില്ല? ഇവിടുന്ന് ഗൾഫിലും അവിടെയൊക്കെ പോയവരെല്ലാം മുസ്ലിങ്ങളുടെ ഇടയിൽ പോകേണ്ട ആത്മഭാരം അവർക്കില്ല. ഇതൊക്കെ ഞാൻ ബ്ലസ് യൂറോപ്പ്, ബ്ലസ് ലിവർപൂൾ, ബ്ലസ് ഇത് ആരുടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കഞ്ഞി വെച്ചവനെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പേര് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നവനാണ്. നിൻ്റെയൊക്കെ ഈ മ്യൂസിക് തെറാപ്പികളും നിൻ്റെയൊക്കെ തരിടകളും മാജിക്കുകളും മറ്റേ ഫോറൻസിക് പ്രവചനങ്ങളും ഈ ഒരു ബോധം മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടാകാതെ എന്തിനു പ്രതികരിക്കണം എന്നൊക്കെ ചിന്തിച്ചാണ് പലതിനും പ്രതികരണം കൊടുക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കഷ്ടതയെ മാർക്കറ്റ് വൽക്കരിക്കുന്ന, മനസ്സിലായില്ല, എല്ലാ മനുഷ്യനും എപ്പോഴും ഇഷ്ടമുള്ള ഒന്നുണ്ട് കാര്യങ്ങളുണ്ട്. ഈ നൊസ്റ്റാൾജിക് ഇലകൊഴിയും ശിശിരത്തിൽ ഓർമതൻ വാസന്ത ഡൈസി ഹൃദയം കൊണ്ടെഴുതുന്ന കവി, ഇങ്ങനെയൊക്കെയുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ എവിടെയോ ഒരു രോമാഞ്ചക്കഞ്ച്. ഇതേപോലെ പിന്നെ പരസ്യയോഗം എന്നൊക്കെ പറയുമ്പോൾ അപ്പച്ചന്മാരുള്ളവരോട് ഒരു നല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തന്നെ ഒരു റിലീഫ് ഉണ്ടാക്കുക മാത്രമാണ്. മനസ്സിലായല്ലേ? നിങ്ങളിൽ ഒരു സ്വസ്ഥത ഉണ്ടാക്കുക. അത് ആ സ്വസ്ഥത ക്രിസ്ത്യാനിറ്റി, അതൊരു നാച്ചുറൽ സ്വസ്ഥത, ഒരു സൈക്കോളജിക്കൽ സ്വസ്ഥത നിങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ഓൾഡ് കാര്യത്തെ, പഴമയുള്ള ഒരു കാര്യത്തെ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ പറയട്ടെ, ഈ ഇവിടെ സനാതനത്തിൽ കോണാസ്വാമിയും മറ്റേ കുംഭമേളയിലെ തുണിയില്ലാത്തവന്മാരും ഇന്നും തുണിയുടെ നടക്കുന്നു. ഇന്നും പഴയ പോലെയൊക്കെ അന്ന് ആദിമ സനാതനത്തിൽ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു എന്ന് ഇന്നും അവർ കൊണ്ടാടുന്നു. ടെക്നോളജി വന്നു, തുണി കിട്ടി, വസ്ത്രം കിട്ടി, എല്ലാം കിട്ടിയിട്ട് ഇന്നും അമ്മമാർ അതിനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? അതിലാണ് പുതുക്കം ഇരിക്കുന്നത്. ഇതാണ് ഇന്ന് ഇവിടെ പരസ്യയോഗത്തിൽ പലരും ചെയ്യുന്നത്. ആദിമഭക്തന്മാർ മുണ്ടും കപ്പക്കാലും മരിച്ചിനിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് ബിരിയാണിയും കപ്പക്കാലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതേ തിന്നത്തുള്ളൂ. കപ്പക്കാൽ മരിച്ചിനി തിന്ന ഒരു തലമുറ പ്രിയരേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മനസ്സുമായി ബന്ധപ്പെട്ട കുറെ ഓളങ്ങളാണിതെല്ലാം. ഇതിനെ ആത്മാവിലോ ചേർക്കരുത്. അവിടെ തുരുവിൽ നിന്നുകൊണ്ട് യേശുവിനെ എന്ത് പ്രസംഗിച്ചു? ഇനി എന്തിനു വേണ്ടി പ്രസംഗിച്ചു? നിന്റെ ഉദ്ദേശം എന്ത്? നീ ഈ ഫോൺ വഴി ആരെയൊക്കെ എന്തിനൊക്കെ കേൾപ്പിക്കുന്നു? എന്തിനാണ് എൻ്റെ ഉദ്ദേശം? ഇതിലൂടെ എന്തൊക്കെ നീ മാർക്കറ്റ് വൽക്കരിച്ചു? പക്ഷേ കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ നീയൊക്കെ ഇരുന്ന് ഇതിനെ മനസ്സിലാകും. ഞാൻ പറഞ്ഞു, ഈയിടയ്ക്ക് ക്രഫ്റ്റഡ് ഡോളർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, മുമ്പൊക്കെ ടൈത്തിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചു. ഈയിടയ്ക്ക് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. നമ്മളെ ജോൺ ലോറൻസ് അതിന് പരാമർശിച്ച ഒരു വീഡിയോ ഇട്ടിരുന്നു കണ്ടു. അപ്പോൾ
അദ്ദേഹം പറഞ്ഞു, ഞാൻ ടൈത്തിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചു, പക്ഷേ ഇപ്പോൾ ദൈവാത്മാവിനെ വെളിപ്പെടുത്തി ടൈത്ത് ഇല്ല. ഞാൻ പ്രസംഗിച്ച ആ വീഡിയോയും ബുക്കുകളെല്ലാം നിങ്ങളുടെ അടുത്ത് കളയണം. ടൈത്തിലൊന്നും കാര്യമൊന്നുമില്ല, അതൊക്കെ വെറും ചുമ്മയാണ് എന്ന് പറഞ്ഞു. അതേപോലെ ബെന്നി ഹിന്നൊക്കെ പറഞ്ഞു, ഞാൻ പണ്ട് കഷ്ടതയൊന്നുമില്ലെന്നു, ഇപ്പം പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ കഷ്ടതയും ഉണ്ട്, കഷ്ടതയിലൂടെ ദൈവരാജ്യം. അപ്പോൾ നിനക്കൊക്കെ തോന്നുമ്പോൾ ഓരോ വെളിപ്പാട് പറയാം, അതിനനുസരിച്ച് വിശ്വാസി മാറിക്കൊണ്ടിരിക്കണമെന്നാണ്. മാനസാന്തരം കൊള്ളാം, ഓക്കെ, ക്രാഫ്റ്റഡ് ഓർഡർ, എൻ്റെ പേരെന്ത് എന്തരമാണ്, നിനക്ക് ടൈത്ത് വേണ്ട എന്ന് മാനസാന്തരപ്പെട്ടു, ഇനിയിപ്പോൾ ടൈത്ത് അല്ല. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് അനുതാപം, പാപബോധം, ഏറ്റുപറച്ചിൽ, ഇനി ഒന്നുകൂടെ ഉണ്ട് മടങ്ങി വരവ്, ഇനി ഒന്നുകൂടെ ഉണ്ട് നല്ല നടപ്പ് എന്ന് പറഞ്ഞാൽ നീ മാനസാന്തരപ്പെട്ട കൊള്ളാം. പക്ഷേ നീ മാനസാന്തരപ്പെട്ട് അകത്ത് നടന്നത് സക്കായി ചെയ്തതെന്നറിയാമോ? ഇതെല്ലാം ചെയ്തിട്ട് അവസാനം അവിഹിതമായി ചെയ്തത് അവൻ തിരിച്ചു കൊടുത്തു. നീ ആവശ്യമില്ലാതെ ചെയ്തത് നീ തിരിച്ചു കൊടുക്കണം. പെന്തക്കോ സഭയിലിരുന്ന് ഇത് തെറ്റെന്ന് പറഞ്ഞ് ഇവിടുന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഇതര ചർച്ചകൾ പോയവരുണ്ട്, കുഴപ്പമില്ല, നിങ്ങളുടെ വെളിപ്പാട് ശ്രേഷ്ഠം. ഇവിടെ ഇരുന്ന് ഉടായ്പുണ്ടാക്കി പൈസ ഉണ്ടാക്കിയത് നീയൊക്കെ തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നിന്റെ മാനസാന്തരം ഓക്കെ ആകൂ. അത് ക്രാഫ്റ്റഡ് ഓർഡർ ആയിരുന്നാലും ബെന്നിഗിനായിരുന്നാലും ഏവനായിരുന്നാലും ശരി തന്നെ. നീയൊക്കെ ഒലക്ക ഡയലോഗ് വർഷങ്ങൾക്ക് ശേഷം ചാവണ്ണന് തൊട്ട് മുമ്പാകുമ്പം ഈ അൾഷിമേഴ്സസ് വരുമ്പോൾ ചിലപ്പോൾ ഒക്കെ ചില വെളിപ്പാട് വരും. നീ ഇത്രയും കൊല്ലം ഇത് ദശാംശത്തിലൂടെ ഉണ്ടാക്കിയ പൈസ അതെവിടെ? അത് നീ പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുത്തെങ്കിലേ നിന്റെ മാനസാന്തരം പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മീക ലോകത്തിൽ പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്ന് കുറേ വാക്ചാതുര്യത്തിലൂടെ പറയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്ന ഒരു വിശ്വാസ സമൂഹമെന്ന് ചിന്തിക്കരുത്. ഈ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. പിന്നെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ഞാനിതിൽ ഈ പരസ്യോഗത്തെക്കുറിച്ച് പ്രസ്താവന നടത്തിയവരെയോ വിമർശിച്ചവരെയോ പരാമർശിച്ചവരെയോ പ്രതികരിച്ചവരെയോ പേരുകൾ ഞാൻ കോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പരസ്യോഗത്തിലൂടെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ആദിമകാലത്ത് തിരുവുകോണിൽ പ്രസംഗിച്ചപ്പോൾ ജനങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ തിരുവുകോണിൽ നിന്ന് പ്രസംഗിച്ച അതേ പാറ്റേൺ കാലങ്ങൾ മാറിയിട്ടും ഇന്നവർ ജീവനോടെ ഉണ്ടായിരുന്നിട്ടും അതേ കപ്പലുകളിൽ അവരുടെ ജീവിതം അതായിരിക്കില്ല. അവരുടെ ടെക്നോളജിക്ക് അനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഈ കാലഘട്ടത്തിലും ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിൽ നിങ്ങൾ തിരുവുകോണിൽ പ്രസംഗിക്കേണ്ട പ്രേരണ ദൈവം തരുന്നെങ്കിൽ പ്രസംഗിക്കാം. പക്ഷേ അത് ഈ കാലഘട്ടത്തിലെ ടെക്നോളജികളെ എടുത്ത് ബിസിനസ് വൽക്കരിക്കുവാൻ, മാർക്കറ്റ് വൽക്കരിക്കുവാൻ അതിനെ ഉപയോഗിക്കരുത്. ഇന്ന് ഞാൻ കണ്ട ഒരു 75% പരസ്യയോഗങ്ങളും ലഹരി വിമുക്ത യാത്രകളും പല കാര്യങ്ങളും പരസ്യയോഗത്തെ പരസ്യപ്പെടുത്തി മാർക്കറ്റ് വൽക്കരിച്ച് അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രമായി അവശേഷിക്കപ്പെടുന്നു. പക്ഷേ ഇതിൻ്റെ മറവിൽ പരസ്യമാക്കാതെ ദൈവോന്മുഖമായി ഭാരത്തോടുകൂടെ കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ ശുശ്രൂഷ ചെയ്യുന്നവർ ഉണ്ടായിരിക്കും. അവരെ ഒരിക്കലും ഞാൻ ആക്ഷേപിക്കുവാനോ വിമർശിക്കുവാനോ ഞാൻ ആളല്ല. ഈ പരസ്യയോഗം എന്ന വാക്കിന് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുമ്പോൾ അതിലിരുന്ന് ഈ നിലവാരങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ചിലരുടെ വിക്രിയകളെ കൂടെ ഈ വിമർശിക്കുന്നവരും പ്രസ്താവന നടത്തുന്നവരും കൂടെ മനസ്സിലാക്കി കൂടെ വിലയിരുത്തണം എന്നുകൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ ഈ വീഡിയോ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്.